തുടങ്ങുകയാണ്. മാഷുടെ ശിഷ്യരിൽ വളരെ തൃശ്ശൂർ വരുന്നതിന് മുന്നേ തന്നെ മാഷുടെ ശിഷ്യത്വം സ്വീകരിച്ച മാഷുടെ വളരെ പണ്ടുകാലം അദ്ദേഹത്തിൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ പോയ ലതിക ടീച്ചർ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ലതിക ടീച്ചർ ഈ ചടങ്ങിന് വേണ്ടി സംസാരിക്കണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഗങ്ങളിൽ ക്ഷണിക്കുന്നു. സന്നിധരായിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശരിയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും മുന്നേ ഉള്ള ശിഷ്യയാണ് ഞാൻ. അതായത് 73-74 കാലഘട്ടത്തിൽ നടേശൻ മാഷ് അല്ല, എൻ്റെ മാമനാണ്. നടേശൻ മാമനാണ്. മാമൻ്റെ വീട്ടിൽ ശരിക്കും ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ഞാൻ. ഇപ്പോഴല്ല, ആഴ്ച സ്കൂളിൽ പോയിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം എന്നെ എൻ്റെ അമ്മൻ അവിടെ കൊണ്ടുവിടും വീട്ടിൽ. അപ്പം അവിടെ ചേച്ചി, മാമൻ ചേച്ചിയും തന്നെ വിളിക്കുന്നു. നമ്മളെ ചേച്ചി മക്കൾ രണ്ടാം കുഞ്ഞു കുഞ്ഞു പിള്ളേർ, മീര, പ്രിയ, മിനി കുഞ്ഞു പിള്ളേർ. അവരുടെ കാലം കുറച്ചുകൂടെ വലുത് ഞാൻ, അവരുടെ ചേച്ചി. ഈ ക്ലാസ്സില്ലാത്ത സമയത്ത് ഞങ്ങളവിടെ കളിയും ചിരിയും അങ്ങനെയൊരു ഗുരുകുല വിദ്യാഭ്യാസം ആയിരുന്നു. വളരെ ഈ പറഞ്ഞ പോലെ ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നടേശൻ മാമൻ. വലിയ സ്നേഹമായിരുന്നു എന്നോട്, മോളെപ്പോലെ തന്നെയാണ് എപ്പോഴും. എൻ്റെ ഒരു നഷ്ടമായിരുന്നു മാഷ അവിടെ മുന്നോട്ട് തൃശ്ശൂരോട്ട് പോകണം എന്നതുകൊണ്ട് എൻ്റെ ക്ലാസ് അവിടെ അവസാനിച്ചു. എന്നാലും എല്ലാ കാര്യങ്ങളും അറിയിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ അമ്മമ്മനെ കാണാറുണ്ട്. പിന്നെ പാലക്കാട് എനിക്ക് ജോലി കിട്ടി വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. തൃശ്ശൂർ പാടാൻ വന്നു. എപ്പം മാമനാടുണ്ട്. അങ്ങനെ ആ ബന്ധം വീണ്ടും തുടർന്നു. വളരെ ഒരുപാട് എൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലെല്ലാം മാമൻ ഉണ്ട്. അതായത് എൻ്റെ കല്യാണക്കാര്യത്തിന് വരൻ തൃശ്ശൂർ ഭാഗത്താണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മാമനെ വിളിച്ചാൽ പറഞ്ഞു ആളിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. മാമൻ അന്വേഷിച്ച് പറഞ്ഞു കുഴപ്പമില്ല, എളുപ്പക്കാരനൊന്നുമല്ല, നല്ല ആളെന്നൊക്കെ പറഞ്ഞ ശേഷമാണ് വന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാമൻ നമ്മളോട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു മാസം മുമ്പ് ഞാൻ വന്ന് കണ്ടതാണ്. പിന്നെ ഇത് അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിരുന്നത് കണ്ടിട്ടില്ല. എന്തായാലും മാമൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അത് കണ്ടിട്ട് അർപ്പിച്ചുകൊണ്ട്